നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കുന്നു. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആണ്. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുള്ള സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ സീരീസ് ലിവിങ് ദ ഗോൾ, ആ ലക്ഷ്യം ആയി ജീവിക്കുക, ലക്ഷ്യത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ജീവിക്കുക, അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തത്. അപ്പം അതിൽ സഹജമാർഗത്തിലെ ആദ്യത്തെ പ്രമാണമായിട്ട് ഫസ്റ്റ് ബാക്സ്, അതിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പരിശുദ്ധി ഉറപ്പുവരുത്തുക എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുലരും മുമ്പ് ഉണരണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. എന്താണ് ഉണരൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഉണരുക. അതിനുശേഷം ഒരു സ്ഥലം കണ്ടെത്തണം, ഒരു പ്രത്യേക ആസനം. കാരണം നമ്മൾ ജാഗ്രത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. മനസ്സ് ക്രമേണ പുറത്തേക്ക് തുറന്നിരിക്കുന്നു. നമ്മൾ ക്രിയേഷനിലേക്ക് തുറന്നിരിക്കുന്നു. ഈ ക്രിയേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ആണ്, ലൈഫ് ഫോഴ്സ്, ആത്മാവെന്ന് വിളിക്കുന്നത്. ആ ജീവൻ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യണം. ലൈഫ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്സ് എന്നാണ് ബാബുജി പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളുണ്ട്, പ്രോസസ്സുണ്ട്. ആ കാരണങ്ങൾക്കും പുറകിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയാണ് ഈ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ലൈഫ് ഫോഴ്സ് അതിൻ്റേതായിട്ടുള്ള സ്രോതസ്സും ജനറേറ്ററിൽ നിന്നും എൻ്റെ എനർജി എടുക്കുന്നു, ഈ ലൈഫിന് ആവശ്യമുള്ള എനർജി എടുക്കുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എത്ര ആഴത്തിൽ നോക്കിയാലും ആ കാരണങ്ങൾ ഉണ്ട്.
അതുകൊണ്ടാണ് ആഴത്തിൽ ഉറങ്ങിയിട്ട് ഉണർന്നു വരുമ്പോഴേക്കും പിന്നെയും പഴയ പോലെ തന്നെയാണ്. ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് തോന്നുന്നത്, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ സർജറി സമയത്ത് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ആരായാലും ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഒരു വ്യത്യാസമില്ല, അവർ ഡീപ്പ് സ്ലീപ്പിലാണ്. അതിനുശേഷം അവർ ഉണരുമ്പോഴേക്കും അവർ പഴയ സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഞാൻ ഉണരുന്നു, അതിനുശേഷം ഓരോരോ പേഴ്സണാലിറ്റീസ് പുറത്തേക്ക് വരും. അപ്പം അതിൻ്റെ കാരണം ഉള്ളിലുണ്ട്. പ്രപഞ്ചത്തിൻ്റെ തന്നെ കാരണം, ഒരു കാരണം സീഡ്സ് ഇതിൻ്റെ ബാക്കിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ക്രിയേഷൻ നടക്കും. മരങ്ങൾ, ചെടികൾ നോക്കിയാൽ പലതരത്തിലുള്ള ചെടികളുണ്ട്. അതിൽ വളരാൻ അത് സീഡ്സ് ഉണ്ട്. ആ സീഡിൽ നിന്ന് ഏത് മരമാണ് വളരുന്നത് എന്ന് വളർന്നു വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ മരം ആ സീഡിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ആ സീഡിൻ്റെ ഉള്ളിൽ അതിനാവശ്യമായുള്ള ജനറ്റിക് കണ്ടന്റ് ഉണ്ട്, ജീൻസ് ഉണ്ട്. ഇത് മൃഗങ്ങളിലും സെയിമാണ്, മരത്തിൻ്റെ ചെടികളുടെ ഉദാഹരണം എടുക്കുമെന്ന് മാത്രം. ഇനി ആ ജനറ്റിക് കണ്ടന്റിൻ്റെ അടിസ്ഥാനപരമായിട്ട് ന്യൂക്ലിക് ആസിഡ്, അത് വെറും പ്രോട്ടീൻസാണ്. എങ്ങനെയാണ് ഈ യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാത്ത പ്രോട്ടീൻ ഇത്രയും വലിയൊരു മരം ഉണ്ടാക്കുന്നത്, ഇത്രയും മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്? ഒരു വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ്, മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. ഈ പ്രോട്ടീൻസിനെ യോജിപ്പിച്ചിട്ട് അതിൻ്റെ ബേസുമായിട്ട് യോജിപ്പിച്ചിട്ട് ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അത് കോശങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ജീവി ഉണ്ടാക്കുന്നു. അപ്പം അതിൻ്റെ കാരണം അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ സർവ്വചരാചരങ്ങളുടെയും അടിസ്ഥാനപരമായിട്ട് ജീൻസാണ് എന്ന് സയൻസ് പറയുന്നത്. ജീൻസിൻ്റെയും പുറകിൽ അതിൻ്റെയും മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ന്യൂക്ലിക് ആസിഡ്സ്, ബേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാരണം പിന്നെയും കിടക്കണം, കാരണം കോസിൻ്റെ ബാക്കിൽ വേറൊരു കോസ്. അപ്പം അങ്ങനെ നമ്മൾ പുറകിലേക്ക് പോയതിന് അടിസ്ഥാനപരമായിട്ടൊരു കാരണം, സർവ്വചരാചരങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഒരു കാരണം, അത് ആറ്റമായാലും മോളിക്യൂളായാലും സെൽസ് ആയാലും ഓർഗാനിസംസ് ആയാലും അടിസ്ഥാനപരമായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ. മോഡേൺ ഫിസിക്സിലൊക്കെ വെർച്വൽ പാർട്ടിക്കിൾസ് ക്രമേണ എക്സ്പ്രസ്ഡ് ആവും, ചിലത് എക്സ്പ്രസ്ഡ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഗോഡ് പാർട്ടിക്കിളിനെ ഡിസ്കവർ ചെയ്യാനുള്ള ശ്രമമുണ്ട്, ബോസോൺസ് ഡിസ്കവർ ചെയ്യാനുള്ള ശ്രമം. ഒരു കാരണമുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഈ കാരണങ്ങൾക്കെല്ലാം കാരണത്തിലേക്ക് മുമ്പ് അവിടെ ഒന്നാണ്, യൂണിറ്റിയാണ് എന്നുള്ളത് ക്ലിയറാണ്. ആ പ്രപഞ്ചത്തിന്റെ കാരണമായിട്ടുള്ള ഒരു ശരീരമുണ്ട്, അതിനാണ് കാരണ ശരീരം എന്നത്, കോസൽ ബോഡി എന്ന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞു. ഈ കാരണ ശരീരത്തിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു ഓരോ ജീവിയും അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. അപ്പം അതിനൊരു സൂക്ഷ്മമായിട്ടുള്ള എക്സ്പ്രഷൻ ആദ്യം, പ്രകടമാവുന്നതിന് മുമ്പ് ഒരു സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻ. നമ്മൾ ഭ്രൂണാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ആയിത്തീരണം എന്നൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉള്ളിലുണ്ട്. അതിനാണ് മനസ്സിൽ നടക്കുന്നത്, സൂക്ഷ്മ ശരീരം. നമ്മുടെ ജീവിതം നോക്കിയാലേ നമ്മൾ പുറത്ത് എന്തെങ്കിലും കാണിക്കുന്നതിന് മുമ്പേ ഉള്ളിൽ മനസ്സിലൊരു സങ്കല്പമുണ്ട്, അതിനുശേഷമാണ് അത് എക്സ്പ്രസ്ഡ് ആവുന്നത്. ഐഡിയാസാണ് പിന്നെ തോട്ട്സ് ആവുന്നത്, വർക്ക് ആവുന്നത്. അപ്പം അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വശമുണ്ട്, അതിനെ സൂക്ഷ്മ ശരീരങ്ങൾ എന്നത്, സട്ടിൽ ബോഡീസ്. ഒരു കാരണ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ശരീരങ്ങൾ, അതാണ് ഇവിടെ കാണുന്നത്. അത് 5 എലിമെന്റ്സിലാണ് നിർമ്മിച്ചത്. ലോകത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഈ 5 എലിമെന്റ്സാണ്: ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം. ഈ 5 എലിമെന്റ്സാണ് എല്ലാം നിർമ്മിക്കപ്പെടുന്നത്. എന്തൊരു അത്ഭുതം! ഇത് കൂട്ടിയോജിപ്പിച്ചിട്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നും മറ്റൊന്നിൻ്റെ മാതിരിയല്ല. ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു പൂ വേറെ പൂവിൻ്റെ പോലെ, ഒരു ചെടി വേറെ ചെടിയുടെ മാതിരി, ഒരു ഇല വേറെ ഇലയുടെ മാതിരിയല്ല. എൻ്റെ കയ്യിലെ ഒരു കോശം വേറെ കോശം പോലെ, എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അത്ഭുതമാണ്. അത് സൂക്ഷ്മ ശരീരത്തിന് ഇതിൻ്റെ എല്ലാം സിലബസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ കാരണ ശരീരത്തിലുള്ള സീഡ്സ് ശരിക്കും ജെർമിനേറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം പ്യുവറായിരുന്നു, പരിശുദ്ധമായിരുന്നു, അതിൻ്റെ എക്സ്പ്രഷൻ ടോട്ടലായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിലാണ് ഈഗോ എന്നൊരു സാധനം ഇടപെടുന്നത്, സ്യൂഡോ സെൽഫ്. അത് ഇടപെടുന്നു. ആ ഒറിജിനലായിട്ടുള്ള ഈ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒബ്സർവർ അല്ലെങ്കിൽ സെൽഫിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ട് ഓരോ ജീവിയിലും ആ സെൽഫ്, അത് അതിൻ്റേതായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ക്രിയേഷൻ തുടങ്ങും. അത് മനുഷ്യനിലെത്തുന്നവരെ അത് ഡിസ്റ്റർബൻസ് ഇല്ല, കാരണം നാച്ചുറൽ ഋതത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യരെത്തുമ്പോൾ ഈ നാച്ചുറൽ ഋതത്തിനെതിരെ പോകാനുള്ളൊരു ടെൻഡൻസി. അതിനാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് കോംപ്ലക്സിറ്റീസ്.
നമ്മളുടെ ഉള്ളിൽ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും, ആക്റ്റീവായി തുടങ്ങും. നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാം, നിയമങ്ങളെക്കുറിച്ച് അറിയാം, നമുക്ക് അതിന് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ചെറിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ, അതിനെ നിലനിർത്താൻ ശ്രമിക്കും. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ രാജ്യം, ഒരു രാജ്യം മറ്റു രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കും. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? ഇവിടെ ഈ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം വേറൊരു ഉദ്ദേശമില്ല. ഈ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്? ഉള്ളിലുള്ള ആ പ്യൂരിറ്റി, കാരണം ശരീരത്തിലുള്ള പ്യൂരിറ്റി കണ്ടെത്താനും ആ പ്യൂരിറ്റിയിൽ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ ഇവിടെ പ്യൂരിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഇടപെട്ടിട്ട് ഇമ്പ്യൂർ ആക്കി. നമ്മുടെ മനസ്സിലുള്ള വൃത്തികൾ എന്ന് പറയും, പലതരത്തിലുള്ള വൃത്തികൾ, അത് നമ്മൾ കോംപ്ലക്സിറ്റി, മനുഷ്യൻ കോംപ്ലക്സിറ്റി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വൃത്തി ചെയ്യേണ്ടത്, ക്ലീനിങ് ചെയ്യേണ്ടത്, ശുദ്ധീകരണം നടത്തുന്നത് ശരിക്കും സൂക്ഷ്മ ശരീരത്തിലാണ്, നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലാണ്. കാരണം അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ ശരീരം. അപ്പോൾ ശരീരം എത്ര വൃത്തിയാക്കിയാലും അതിന് രോഗങ്ങൾ വരും, അത് ഡിസീസ്ഡാവും, അത് നശിക്കും, മരിക്കും. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഉള്ളിലുള്ള ആ പ്യൂരിറ്റി കൊണ്ടുവരാനാണ്. ഫേക്ക് ഇറ്റ് ടു മേക്ക് ഇറ്റ് പറയും. അപ്പോൾ പുറമേ നമ്മൾ എത്ര കെയർ ചെയ്യുന്നു, കെയറിങ് എന്ന് പറയും, നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, നമ്മുടെ റിലേറ്റീവ്സിനെ കെയർ ചെയ്യുന്നു, പേരൻസിനെ കെയർ, ആ കെയർ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്യൂരിറ്റീൻ്റെ എക്സ്പ്രഷനാണ്. ശരീരത്തിനെ കെയർ ചെയ്യുക, വൃത്തിയായിട്ട് വയ്ക്കുക, അന്തരീക്ഷത്തെ വൃത്തിയാക്കി വയ്ക്കുക. അപ്പം അത് കാണിക്കുന്ന എൻ്റെ ഉള്ളിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ കെയർ ചെയ്യുന്ന മനസ്ഥിതിയിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഇൻഡ്യൂട്ടീസ് ഇല്ല, സ്വാർത്ഥതയില്ല. എന്താണോ അത് അതുപോലെ തന്നെ നിലനിർത്താൻ, അറ്റ്ലീസ്റ്റ് പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ കൂടുതൽ പരിശുദ്ധീകരിക്കാൻ തുടങ്ങും. നമ്മുടെ ചുറ്റുമുള്ളതിനെ എത്രത്തോളം പ്യൂറാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം പ്യൂറാക്കി. അതെങ്ങനെയാണ്? അത് സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഒറിജിനലായിട്ട് ഫ്ലോ ആയിട്ട് സ്നേഹത്തിലൂടെ മാത്രമേ ഈ അബ്സല്യൂട്ട് പ്യൂരിഫിക്കേഷൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് സൂക്ഷ്മ ശരീരമാണ് മെയിനായിട്ട്. അതിൻ്റെ തുടക്കമാണ് ശരീരത്തിൻ്റെ പരിശുദ്ധി. അതെങ്കിലും നമ്മൾ ചെയ്യണം, വൃത്തിയായിട്ടൊരു സ്ഥലത്തേക്ക്. അത് മാത്രം ചെയ്താൽ പോലെ. എന്നിട്ട് മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള വേണ്ടാധീനങ്ങളും മാറ്റി നിർത്തി ഒറിജിനലായിട്ട് ഫ്ലോവിനെ അനുവദിക്കുക. ഇതാണ് നമ്മൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്തത്. ചിന്തകളെ അവഗണിക്കുക, ആ ഒറിജിനൽ സ്നേഹത്തിന് ചിന്തയെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ അവിടെ തടസ്സം വരുന്നുണ്ട്. ഒറിജിനൽ ഫ്ലോയിൽ ബ്ലോക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാം, സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉണ്ട്, അതിനെ പരിശുദ്ധീകരിക്കേണ്ടത്. അവിടെയാണ് ഇൻഡിവിജ്വൽ ക്ലീനിങ് സഹജമാർഗത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാ ദിവസവും ശുദ്ധീകരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആഴത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അത് ശുദ്ധീകരിക്കേണ്ട ഒറിജിനൽ ആ നോളജ് വേണം. കാരണ ശരീരത്തിന് തന്നെ നോളജ് നൽകുന്ന ഒറിജിനൽ ധീ വേണം. അതാണ് രാജി പറയുന്നത്. ആ ധീ, അതാണ് നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ജീവന്റെ ജലം എന്ന് ജീസസ് ക്രൈസ്റ്റ് പറയും. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് അനുഭവിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സഹജമാർഗത്തിൽ ഇൻ്റർവെൻസ് ചെയ്യപ്പെടണം. ആ ട്രാൻസ്മിഷനിലൂടെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ക്ലീനിങ് നടക്കുന്നത്. ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നടന്നത്, ആ ഒറിജിനലായിട്ടുള്ള ആ കാരണ ശരീരത്തിൻ്റെ എക്സ്പ്രഷൻ അത് നമുക്ക് ലഭിക്കാൻ പറ്റും. അതാണ് ആനന്ദം എന്നത്. ആനന്ദം ബ്രഹ്മേരി വിചാര, നമ്മുടെ ശരിയായിട്ട് സ്വഭാവമാണ് ആനന്ദം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ജോയ്ഫുൾ ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ആ ജോയ് എവിടുന്നാണ് വരുന്നത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് അതിൻ്റെ അപ്പുറം ഈ ബ്ലിസ്സും താണ്ടി പോകാൻ സാധിക്കുന്നു എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഡിസ്കഷനെ പറ്റി കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ, ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അടുത്ത സെഷൻ വരയ്ക്കും വിട വാങ്ങുന്നു.